ഫ്രാൻസിലെ തെരുവിൽ കൈനോട്ടക്കാരൻ്റെ അടുത്തേക്ക് ഒരു പട്ടാളക്കാരൻ വന്ന് കൈനീട്ടി തൻ്റെ ഭാവി പറയാനായി ആവശ്യപ്പെട്ടു. കൈനോട്ടക്കാരൻ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് അയാളുടെ കയ്യിലെ രേഖകളൊക്കെ നോക്കി കുറേ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പട്ടാളക്കാരന് അതൊന്നും കേട്ടിട്ട് തൃപ്തിയായില്ല. അയാൾ കൈനോട്ടക്കാരനോട് ചോദിച്ചു, എനിക്ക് ഇവിടെ ചക്രവർത്തിയാകാൻ കഴിയുമോ എന്ന് നോക്കിയിട്ട് പറയും. വീണ്ടും ഭൂതക്കണ്ണാടിയൊക്കെ എടുത്ത് കൈനോട്ടക്കാരൻ വിശദമായി നോക്കി. പിന്നെ പറഞ്ഞു, അങ്ങേക്ക് ഇവിടെ ചക്രവർത്തിയാകാനുള്ള യോഗം കാണുന്നേയില്ല. അതിന് കൈ പിടിച്ചിട്ട് ഒരു വര വരച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു രേഖ ഉണ്ടായിരുന്നെങ്കിൽ അത് സാധ്യമായേനെ. പട്ടാളക്കാരൻ തൻ്റെ യൂണിഫോമിന്റെ ഭാഗമായിരുന്ന കത്തി പെട്ടെന്നെടുത്ത് കൈനോട്ടക്കാരൻ കാണിച്ച വഴിയിലൂടെ കോറി ആഴത്തിലൊരു വര വരച്ചു. അതിലൂടെ ചോര പാഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അത് കണ്ട് ഒരു നിമിഷം സ്തബ്ധനായി നിൽക്കുകയായിരുന്നു കൈനോട്ടക്കാരൻ. പട്ടാളക്കാരൻ കൈനോട്ടക്കാരനോട് ചോദിച്ചു, ഇനി പറയൂ, എനിക്ക് ചക്രവർത്തിയാകാൻ കഴിയുമോ? കൈനോട്ടക്കാരൻ പറഞ്ഞു, ഇനി അങ്ങ് ചക്രവർത്തിയാകുന്നതിൽ നിന്ന് ആർക്കും അങ്ങയെ തടയാൻ കഴിയില്ല. പിന്നീട് ഫ്രാൻസിൽ ചക്രവർത്തിയായി തീർന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ആയിരുന്നു അത്രേ ആ പട്ടാളക്കാരൻ. ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയും. എന്നാൽ ലക്ഷ്യങ്ങളിൽ എത്തിക്കഴിയുമ്പോൾ അത് അയാളുടെ യോഗമാണ്, നിയോഗമാണ് എന്ന് കേട്ടാൽ ഇച്ഛാശക്തിയും നിയോഗവും തമ്മിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ഞായർപ്പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മൾ അനുഗ്രഹീതരാകുമ്പോൾ ആ അനുഗ്രഹം ഒരു വെളിച്ചം പോലെയാണ്. ഒരു കൊച്ചു ചിരാത് കത്തി നിൽക്കുന്നു, വെളിച്ചമായി നിൽക്കുന്നു. ആ വെളിച്ചം എവിടെയുണ്ടോ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. സദാ നീണ്ടു നിൽക്കുന്ന ഒരു കാര്യത്തിലും സന്തോഷം തോന്നാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സങ്കടഭാവമാണ് വിഷാദരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. മെഡിക്കൽ കോളേജിൽ കൊറോണ ചികിത്സയിലിരിക്കെ വാർഡിൽ നിന്നും ചാടിപ്പോയ ആളാണത്. കൊറോണ അല്ല, കൊറോണ. എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ? എന്ത് ഈ പറഞ്ഞ സ്ഥലം? ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങളിലും വാഗ്ദാനങ്ങളിലും വിശ്വസിച്ച് വിശ്വാസികളുടെ പിതാവായി തീർന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നയാളാണ് അബ്രഹാം. അബ്രഹാം പക്ഷേ ആദ്യം അബ്രാം ആയിരുന്നു. അദ്ദേഹത്തിന് 75 വയസ്സുള്ളപ്പോൾ ദൈവം അദ്ദേഹത്തോട് ആ നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകാനായി ആവശ്യപ്പെട്ടു. വലിയ അനുഗ്രഹങ്ങളുടെ വാഗ്ദാനമായിരുന്നു അദ്ദേഹത്തിന് ദൈവം കൊടുത്തത്. ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലെങ്കിലും അബ്രാം അത്രമാത്രം ദൈവത്തെ വിശ്വസിച്ച് താൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആ നാട്ടിലേക്ക് തനിക്കുള്ളതെല്ലാം എടുത്ത് യാത്ര തിരിച്ചു. പിന്നീട് ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റപ്പെട്ടു. അതിനു മുമ്പ് നമുക്ക് എന്തായിരുന്നു വാഗ്ദാനങ്ങൾ എന്നറിയണ്ടേ? അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിൽ ഇന്ന് അബ്രഹാം. ഞായർപ്പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ അബ്രഹാം എന്ന പിതാവിനെ സംബന്ധിച്ചാണ് പ്രത്യേകമായി പഠിക്കുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പാഠമാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തുവാനുള്ളത്. അബ്രഹാം എന്ന വ്യക്തി ആദ്യമായി വേദപുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ്. ഈ ഭാഗത്ത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായി നാം കാണുന്നുണ്ട്. അബ്രഹാം എവിടെയായിരുന്നു? അവൻ കൽദേയരുടെ ഊര് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു എന്ന് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ കൽദേയരുടെ ഊരിലായിരുന്ന അബ്രഹാമിനെ ദൈവം പ്രത്യക്ഷപ്പെട്ട് അവനെ വിളിച്ചു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇവിടെ നിന്നാൽ പോരാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു ദേശം ഒരുക്കിയിട്ടുണ്ട്.
അവിടെ നീ പോകണം. കനാൻ ദേശമാണത്. പക്ഷേ അബ്രഹാമിന് കനാൻ എവിടെയാണെന്നോ അത് എങ്ങനെയുള്ള ദേശമാണെന്നോ ഒന്നും തിട്ടമില്ല. തിട്ടമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ദൈവം പറയുകയാണ്, നീ പോയിരിക്കണം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവുമാണ്. അങ്ങനെ അബ്രഹാമിനെ വിളിച്ച്, ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകണം എന്നാണ് പറയുന്നത്. കാണിപ്പാനിരിക്കുന്ന ദേശം, അവിടേക്ക് പോകണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ അബ്രഹാം കൽദയരുടെ ഊരിൽ നിന്ന് കനാനിലേക്ക് പോകുവാൻ തീരുമാനമെടുക്കുന്നതായി നാം കാണുന്നുണ്ട്. I will make you into a great nation. I will bless you. Go from your country, your people, and your father's household. ഇവിടെ ഒരു കാര്യം നമ്മൾ അടിവരയിടണം. ദൈവത്തിൻ്റെ വിളിയും നിയോഗവും. ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് ദൈവം കാണിക്കുന്ന ഒരിടത്തേക്ക് പോകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ദൈവത്തിലുള്ള പരിപൂർണമായ ആശ്രയമാണ് ആ വിളിയും നിയോഗവും സ്വീകരിക്കുവാൻ നമ്മെ സന്നദ്ധരാക്കുന്നത് എന്ന പാഠമാണ് അബ്രഹാമിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യവത്തായ ഒരു ഗുണവിശേഷം. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടു, അത് അനുസരിച്ചു. അങ്ങനെ അവൻ ജീവിച്ചുകൊണ്ടിരുന്ന ദേശത്തു നിന്ന് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ പുറപ്പെടുകയായി. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ ദൈവവിളിയുണ്ട്, നിയോഗമുണ്ട്. അത് നാം കേട്ടുകൊള്ളണം. അതിനനുസരിച്ച് നമ്മൾ പുറപ്പെട്ടുകൊള്ളണം. ദൈവം നിന്നിലൂടെ വൻകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ അങ്ങനെ ആ വിളി കേട്ട് മുൻപോട്ട് പോകുന്നതിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അബ്രഹാമിന് ദൈവം 4 അനുഗ്രഹങ്ങൾ നൽകുന്നതായി നാം കാണുന്നുണ്ട്. ഒന്നാമതായി പറയുകയാ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സന്താന പരമ്പര ഉള്ള ഒരു വലിയ ജാതിയായി മാറും. അബ്രഹാം വിവാഹിതനായിരുന്നു. ഭാര്യ സാറ അന്ന് വരെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടില്ലാത്ത വന്ധ്യയായിരുന്നു. വന്ധ്യയായ ഭാര്യയുള്ള അബ്രഹാമിനോടാണ് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് പറയുന്നത്. അബ്രഹാമിന് യുക്തിപരമായത് എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? പക്ഷേ അബ്രഹാം വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് വിശ്വസിച്ച ഒരു വലിയ വ്യക്തിത്വമായിരുന്നു. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിൻ്റെ പേര് വലുതാക്കും, ലോകം മുഴുവനും നിൻ്റെ പേര് അറിയപ്പെടും. ഇന്നെന്നല്ല, ഭാവിയിലും നൂറ്റാണ്ടുകൾക്ക് ശേഷവും അബ്രഹാമിൻ്റെ പേര് വലുതായി പരിഗണിക്കപ്പെടുകയാണ്. എങ്ങനെ? ദൈവത്തിൻ്റെ വിളി കേട്ട് അതനുസരിച്ച് ദൈവനിയോഗം സ്വീകരിച്ച് പൂർണ്ണമായും ദൈവവിളിക്ക് വിധേയപ്പെട്ടു പോയ ഒരു വലിയ ദൈവപുരുഷനായിരുന്നു അബ്രഹാം. അതുകൊണ്ട് അവൻ്റെ പേര് ഇന്നും നമ്മൾ സ്മരിക്കുകയാണ്. മൂന്നാമത് കൊടുക്കുന്ന അനുഗ്രഹം, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. യു വിൽ ബി എ ബ്ലെസ്സിങ്. അത് അടിവരയിടണം നമ്മൾ. ദൈവം നമ്മളെ വിളിച്ച് പറയുക, മക്കളെ, എൻ്റെ വിളി കേട്ട് അനുസരിച്ച് അതിൻ പ്രകാരം നീ പോകുമെങ്കിൽ, ആ നിയോഗവും വിളിയും നീ സ്വീകരിക്കുമെങ്കിൽ നീ ഒരു വലിയ ജാതിയായിത്തീരും.
നിൻ്റെ പേര് വലുതാകും, മാത്രമല്ല നീ ഒരു അനുഗ്രഹമായിരിക്കും. ആർക്ക്? ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിരിക്കും. ഇതൊന്നുകൂടെ ഉറപ്പിച്ച് പറയുന്നതാണ് 4-ാമത്തെ അനുഗ്രഹം. നിന്നിൽ നീ മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവർ അനുഗ്രഹീതരാ. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിച്ച അനുഗ്രഹീതരിലൂടെ അനേകർ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അതാ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു ദൈവ പൈതൽ, അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ച ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിൻ്റെ ഭവനത്തിലേക്ക് വരുന്നവർ, അവനുമായി കൂട്ടുകൂടി സഖ്യതയിൽ വരുന്നവർ, അവരിലേക്കും ആ അനുഗ്രഹം ലഭിക്കുന്നതിനിടയായി തീരും എന്നുള്ളതാണ്. ഇതൊരു വലിയ സാക്ഷ്യമാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, നമ്മൾ അനുഗ്രഹീതരാകുമ്പോൾ, ആ അനുഗ്രഹം ഒരു വെളിച്ചം പോലെയാണ്. ഒരു കൊച്ചു ചിരാത് കത്തി നിൽക്കുന്നു, വെളിച്ചമായി നിൽക്കുന്നു. ആ വെളിച്ചം എവിടെയുണ്ടോ ആ ഭവനം അനുഗ്രഹിക്കപ്പെടും. ആ ഭവനത്തിലേക്ക്, ആ അന്തരീക്ഷത്തിലേക്ക് ആരൊക്കെ കടന്നു വരുന്നുണ്ടോ അവരും അനുഗ്രഹീതരായിത്തീരും. തീർച്ചയാണ് കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം ദൈവവിളിക്ക് അനുസരണമായി ക്രമീകരിക്കുമ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിക്കുകയായി, നമ്മൾ അനുഗ്രഹീതരായി മാറുകയായി. ആ അനുഗ്രഹം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആരൊക്കെ നമ്മളുടെ അടുക്കിലേക്ക് വരുന്നുവോ, ഈ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നുവോ, അവരെല്ലാവരും വെളിച്ചം സ്വീകരിക്കും. നാളതുവരെ തിന്മയിൽ നിറഞ്ഞ് അനുഗ്രഹം നഷ്ടപ്പെട്ടവർ ആ വെളിച്ചം കണ്ട് അനുഗ്രഹീതരായി മാറുന്നതായി ഒരു പുത്തൻ അനുഭവത്തിലേക്ക് വരുമെന്നാണ് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ പാഠം. കുഞ്ഞുങ്ങളെ, ദൈവം നമ്മെ വിളിക്കുന്നുണ്ട്, ദൈവം നമ്മെ നിയോഗിക്കുന്നുണ്ട്, ഒരു പുതിയ നിയോഗം തരുന്നുണ്ട്. എ കോൾ ആൻഡ് എ കമ്മീഷൻ. അത് ഇവിടം വിട്ട് വേറൊരു ദേശത്തേക്ക് പോകണമെന്ന്. അത് അനുസരിക്കുമ്പോൾ ദൈവം നമ്മളെ അത്ഭുതകരമായി ഉള്ളം കയ്യിലെടുത്ത് ഉപയോഗിക്കും എന്ന. നീ ഒരു വലിയ ജാതിയായിത്തീരും, നിനക്ക് മക്കളുണ്ടാവും, അവരുടെ സന്തതി ഉണ്ടാവും, അങ്ങനെ ഒരു വലിയ ജാതിയായിത്തീരും. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിൻ്റെ പേര് വലുതാകും, നീ അനുഗ്രഹീതരായിരിക്കും. നിൻ്റെ അടുക്കിലേക്ക് ഈ പ്രകാശമാകുന്ന അന്തരീക്ഷത്തിലേക്ക്, ജീവിതത്തിലേക്ക് ആരൊക്കെ അടുത്തടുത്ത് വരുന്നുണ്ടോ അവരെല്ലാം പ്രകാശിതരായിത്തീരും. അബ്രഹാം നമുക്കൊരു മാതൃകയാണ് ഈ കാര്യത്തിൽ എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം തമ്പുരാൻ നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഞായർപള്ളിക്കൂടം 300 എപ്പിസോഡുകൾ പൂർത്തിയാക്കി. ഇന്ന് 301ാമത്തെ എപ്പിസോഡാണ്. ഏറെ ഭയാനകമായ കോവിഡ് മഹാമാരി നമ്മളെ ആഞ്ഞടിച്ച സമയത്താണ് ഞായർപള്ളിക്കൂടം ആരംഭിച്ചതും മുമ്പോട്ട് വന്നു പോയതും. അന്ന് കോവിഡുമായി ബന്ധപ്പെട്ട് ധാരാളം ബോധവൽക്കരണ പരിപാടികളും വീഡിയോകളും നമ്മൾ ഞായർപള്ളിക്കൂടത്തിൽ സംപ്രേഷണം ചെയ്തിരുന്നു. മഹാഭീതിയിൽ നിൽക്കുമ്പോൾ ഏറെ സരസമായി നമ്മൾ കണ്ട ചില വീഡിയോകളുണ്ട്. അത് KSRTC നിർമ്മിച്ച് നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായി വീണ്ടും സംപ്രേഷണം ചെയ്യുകയാണ്. ആള് കയറാനുണ്ട്.
ബോർഡ് വായിക്കുന്നപ്പോ എവിടെ എടുത്തോണ്ട് പോണത്? ആനയുടെ വണ്ടിയല്ലേ? അതെ അതെ എടി, കേറി വണ്ടി. കേറില്ലേ ആ മാസ്ക് ഒന്ന് നേരെ വെക്കണം. മാസ്ക് ആട് വായിക്കുന്നപ്പോ എന്തൊരു പോക്കന്ന്. ആടൊന്നും വാങ്ങിച്ച് ഇതിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഓഹോ, വാങ്ങിക്കാനല്ല വായിക്കാൻ. ആനാടുന്നല്ലേ നിങ്ങൾ ബോർഡിൽ വെച്ചിരിക്കണത്. അതിന് ആന വായിച്ച് ആട് വായിക്കുന്നപ്പോ എടുത്തോണ്ടങ്ങ് പോവയല്ലേ? ആദ്യം മാസ്ക് നേരെ വെക്കണം. അയ്യോ, ഓടി വന്നില്ലേ? ശ്വാസം നേരെ വിടട്ടെ. കൈ നീട്ടണം. എനിക്കൊന്നും ഇഷ്ടമില്ല. ആളീനെ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാൾ എന്തോന്നായി കാണിക്കുന്നേ? കൈ നീട്ട്. സ്പ്രേ ഒന്നും അല്ല ഇത്. പിന്നെന്തിരി? കൈ വൃത്തിയാക്കാനുള്ള സാനിറ്റൈസർ ആണ്. അതിന് എന്റെ കയ്യില് കുഷ്ടമൊന്നും ഇല്ലേ? എന്നാലും ഇട്. ഇതിന്റെ പൈസ വല്ല ഉണ്ടാ? ഇല്ല ഇല്ല. എടി, ഇതിന് പൈസ ഇല്ലാന്ന്. പിള്ളേർക്കും കൂടെ കുറച്ച് വാങ്ങിച്ചോ. രണ്ടാനാടെ. ഏയ് ഇപ്പുറത്തിരിക്കൂ, ഇവിടെ സ്ഥലമുണ്ടല്ലോ. ഓ, പൈസ കൊടുത്താണ് യാത്ര ചെയ്യണത്. എവിടെ ഇരിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചോളാം. അങ്ങേരോടെ ഇരിക്കട്ടെന്ന്. ഓ, കൊറോണ കാലമാണ്. മാസ്ക് നേരെ വെച്ച് അകലം പാലിച്ചിരിക്കണം. എന്തോ എങ്ങനെ? ജോസഫിനിട്ട് ആളാവല്ലേ കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കൊറോണ. നിങ്ങൾ വീട് എവിടെ? ഞാൻ മറ്റാ കുന്നിന്റെ അവിടെ, ആ കുന്നുമംഗളവിന്റെ അടുത്ത്. എന്തിനു നോക്കണത്? ഇയാളെ കൊണ്ട് ശല്യമായാലോ. നമ്മൾ എന്തിനു പറയാ? ഇട്ട് കളയണ്ട വോട്ട്. ആളടക്കം. അഞ്ചു മിനിറ്റ് നിന്നപ്പോ അവിടെ ഇറങ്ങാൻ പാടില്ലെന്ന്. അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഈ അണ്ണന്റെ ഒരു കാര്യം മൂന്ന് തന്നെ, തന്നെ, പ്രാവശ്യം തന്നെ. നിങ്ങൾ മാസ്ക് നേരെ വെക്കാതെ അങ്ങനെ വണ്ടി ഒരു പോകാൻ വർഷം പറ്റില്ല. അല്ലെങ്കിൽ രണ്ടുപേരും ഇറങ്ങ. ആ മാസ്ക് ഒന്ന് നേരെ ഇട് മനുഷ്യ. നിങ്ങള് ചുമ്മാ ഇരി അവിടെ. നേരെ കൊണ്ട് ഞാൻ തോറ്റ്. എന്ത് ഇത് കൊറോണക്കാട്ടി കഷ്ടമാണല്ലോ. ടിക്കറ്റിന്റെ പൈസ എടു, നമ്മൾ ഇറങ്ങിക്കോളാം. ആ അല്ലേ? ഓ, പിന്നെ ഇറങ്ങാം. അതിനായാലും ടിക്കറ്റ് വാങ്ങിയിട്ട് പൈസ തന്നില്ലല്ലോ. അവിടെ ചെന്നിട്ട് തരാന്നല്ലേ പറഞ്ഞത്. പറഞ്ഞാലേ എന്റെ അവളെ പൈസ എടു, നമ്മൾ ഇറങ്ങിക്കോളാം. ഈയടാ. പൈസ കൊടുത്ത് ഇറക്കി വിടുന്ന രണ്ടിനെയും. താനൊന്നും മണ്ടണ്ട. ആട് വായിക്കാൻ വേണ്ടി വണ്ടി നിർത്താത്ത താനൊന്നും മണ്ടണ്ട. പൈസ കൊടുത്താൽ നമ്മൾ നമ്മൾ ചെയ്തോളാം. കേട്ടാ കേട്ടാ കേട്ട് വന്നിക്കണം അക്കാലത്ത്. അണ്ണൻ പുലി തന്നെ. ചേട്ടാ നിങ്ങളൊന്നും മിണ്ടാതിരി ചേട്ടാ. മിണ്ടായിടി. ആ അല്ല പിന്നെ ഇയാളെ കൊണ്ട് എനിക്ക് വയ്യ. എട് പൈസ എടു, പൈസ എടു. അവളൊരു ബസ്. ഏയ് പുറത്തേക്ക് തുപ്പരുത്. എന്നാ പെട്ടെന്ന് ബാഗ് കാണിരു, തുപ്പിത്തരാം. കാണിരി എട്. ഇല്ലാത്ത പൈസ കൊടുത്തിട്ട് ബസ്സിൽ കയറിട്ട് അവിടെ പോകും. ആടയിട്ട് എന്നെ തള്ളേ, പോലീ. അമ്മ, അയ്യോ, അയ്യോ. മെഡിക്കൽ കോളേജിൽ കൊറോണ ചികിത്സയിലിരിക്കെ വാർഡിൽ നിന്നും ചാടിപ്പോയ ആളാണത്. കൊറോണ അല്ല കൊറോണ. എല്ലാവരും ക്വാറന്റൈനിൽ പോകേണ്ടി വരും. എത്ര കിലോമീറ്റർ ഉണ്ട് സാറേ? എന്ത് ഈ പറഞ്ഞ സ്ഥലം എനിക്കാണെങ്കിൽ ഈ സ്ഥലം അറിഞ്ഞൂടാ സാറേ. പോരെങ്കിൽ അതുവരെ പോകേണ്ട വണ്ടിക്കൂലിയല്ല. ഇപ്പൊ ഈ ആനോട് വന്ന വണ്ടിക്കൂലിനെ അമ്മച്ചിയാണെന്ന് ഉള്ളിപ്പറിക്കാൻ സാറേ വന്നത്. ക്വാറന്റൈൻ സ്ഥലപ്പേരല്ല, പ്രത്യേക നിരീക്ഷണത്തിൽ ഇരിക്കണമെന്നാണ്. അയാളുടെ അടുത്തിരുന്നതായിട്ടോ മറ്റോ ആരെങ്കിലും ഉണ്ടോ? ഇയാളാണ് സാറേ. ഞാൻ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. സഹോദരി, വിദ്യാഭ്യാസത്തിന്റെ താഴ്ന്ന സഹോദരി. താഴോട്ട് ഇറങ്ങി വന്നേ. ആ മാസ്ക് ഒന്ന് നേരെ വെച്ചേ. അയാളൊരു സാധാരണക്കാരനാണ്. അയാൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ പ്രൈമറി കോണ്ടാക്ട് ആണ്. പ്രൈമറി കോണ്ടാക്ട് ആണെന്ന്. അല്ല സാറേ,
ഞാൻ കോൺട്രാക്ടർ അല്ലേ സാറേ? സുഖമാണ് സാറേ കോൺട്രാക്ടർ. ഞാൻ ഈ സിമെന്റ് ഒക്കെ എടുത്തിരിക്കുന്ന പണി മാത്രമേ ഉള്ളൂ സാറേ. അത്രേ ഉള്ളൂ. ഓ ഏയ് അതൊന്നുമല്ല, നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്നാണ്. നിരീക്ഷണത്തിലിരിക്കണം 14 ദിവസം. വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥലമുണ്ട്, അവിടെ ഏർപ്പാടാക്കാം. അയ്യോ സാറേ, ഞാൻ വീട്ടിൽ ഇരുന്നോളാം സാറേ. ഞാൻ വീട്ടിൽ ചുമ്മാ ഇരുന്നോളാം സാറേ. അയ്യോ വീട്ടിലൊന്നും വേണ്ട സാറേ, ഗവൺമെന്റ് സ്ഥലം മതി. വീട്ടിൽ തള്ളയും പിള്ളേരൊക്കെ ഉള്ളതാണ്. അങ്ങേരെ തള്ളയും പിള്ളേം തന്നെ. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറും. അയ്യോ സാറേ, ഞാൻ വീട്ടിൽ ഇരുന്നോളാം സാറേ. വേണ്ട വേണ്ട സാറേ, ഇങ്ങനെ പറഞ്ഞ ഒന്നും കേൾക്കൂല. എന്റെ അഭ്യാസം പിടിച്ചു കയറ്റ്. അയ്യോ സാറേ, അയ്യോ സാറേ, അയ്യോ സാറേ, ഞാൻ വീട്ടിൽ നിന്നോ. എന്നെ കൊണ്ടുപോകണ്ടേ? നീ പറ, നീ കൊണ്ടുപോകണമെന്ന് പറ. അയ്യോ സാറേ 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 സാറേ, എന്നെ കൊണ്ടുപോലെ സാറേ, ഞാൻ വീട്ടിൽ നിന്നോളാം സാറേ 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 സാറേ. പാപ്പനംകോട് ഡിപ്പോയുടെ വണ്ടിയില്ലേ? അതെ സാർ, ഓരോ സർവീസ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അണുവിമുക്തമാക്കാറുണ്ട് സാർ. വണ്ടി ഒന്നുകൂടി അണുവിമുക്തമാക്കണം. നിങ്ങളും മറ്റ് യാത്രക്കാരും മാസ്ക് വെച്ചിട്ടുള്ളത് കൊണ്ടും സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് കൊണ്ടും സാമൂഹ്യ അകലം പാലിക്കുന്നതുകൊണ്ടും നിങ്ങൾ പറഞ്ഞതുപോലെ വണ്ടി ഓരോ യാത്രയ്ക്ക് മുമ്പും യാത്ര അവസാനിച്ചതിന് ശേഷവും അണുവിമുക്തമാക്കുന്നത് കൊണ്ടും കൂടുതൽ ഭയപ്പെടാനൊന്നുമില്ല. തൽക്കാലം വണ്ടി പുറകെ വരും. കയറിക്കും. എവിടെ പോകുന്നു? ഇപ്പൊ വരാം സാറേ. സാറേ ഒന്ന് നിൽക്കണേ സാറേ, ഒരു കാര്യം പറയട്ടെ സാറേ. പോകുമ്പോൾ വണ്ടി LIC ഓഫീസിന് മുമ്പിൽ നിർത്താൻ പറയോ സാറേ? അങ്ങനെ പേരിൽ ഒരു LIC മുടങ്ങി കിടക്കണം, ഞാൻ അത് അടച്ചിട്ട് ഓടി വരാം സാറേ. പെണ്ണേ ഷെർലി. ഏയ് അതൊന്നും പറ്റില്ല. ചിലരൊക്കെ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ച് കളയും. അതിൽ മുതിർന്നവർ മാത്രമല്ല, കൊച്ചുകുട്ടികളുമുണ്ട്. അന്വേഷിച്ചു വരുമ്പോൾ നിസ്സാരമായ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടാവും. ചിലപ്പോൾ ഒരു കാരണവും ഉണ്ടായെന്ന് വരില്ല. എന്നാൽ മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് ഇതിനൊക്കെ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്നാണ്. അതിലൊരു പ്രധാന കാരണം വിഷാദ രോഗമാണ്. അത് കുട്ടികളിലാണെങ്കിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇതിനൊക്കെ കൃത്യമായ ചികിത്സയുമുണ്ട്. എന്നാൽ വിഷാദ രോഗം നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ കഴിയുന്നത്? ഇന്നത്തെ ലെസൺ ഫോർ ലിവിങ്ങിലേക്ക് കുട്ടികളിലെ വിഷാദ രോഗം. ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു പ്രശസ്തമായ വാചകമുണ്ട്. ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്ന സർവ്വസാധാരണമായ കാരണമാണ് വിഷാദരോഗം. വിഷാദരോഗം അഥവാ ഡിപ്രസീവ് ഡിസോർഡർ, ഈ അവസ്ഥ കുട്ടികളെയും ബാധിക്കുന്നു, കൗമാരപ്രായക്കാരെയും ബാധിക്കുന്നു. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കൗമാരപ്രായക്കാരന് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? വിഷാദരോഗത്തിന് 9 പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേത് സ്ഥായിയായ വിഷാദഭാവമാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടം. ഈ സങ്കടം ഒരു പ്രത്യേക സന്ദർഭവുമായി ബന്ധപ്പെട്ടതല്ല, ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതുമല്ല. സദാ നീണ്ടു നിൽക്കുന്ന, ഒരു കാര്യത്തിലും സന്തോഷം തോന്നാൻ കഴിയാത്ത തരത്തിലുള്ളൊരു സങ്കടഭാവമാണ് വിഷാദരോഗത്തിൻ്റെ ആദ്യ ലക്ഷണം. രണ്ടാമത്തേത് മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമില്ലായ്മയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാട്ട് കേൾക്കാനോ കളിക്കാനോ മൊബൈൽ കാണാനോ പോലും താല്പര്യമില്ലാത്തൊരവസ്ഥ ചിലപ്പോൾ വന്നേക്കും. പഠിക്കാനും ഓൺലൈൻ ക്ലാസ്സുകൾ കേൾക്കാനും അവർക്ക് താല്പര്യമുണ്ടാകില്ല. സുഹൃത്തുക്കളോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാകില്ല. അച്ഛനും അമ്മയും ചോദിക്കുമ്പോൾ ഒന്നും മറുപടി പറയാതെ ഉൾവലിഞ്ഞു പോയി സ്വന്തം മുറിയിലേക്ക് ചടഞ്ഞുകൂടി അടച്ചിരിക്കുന്നൊരവസ്ഥയൊക്കെ പ്രകടമായേക്കാം. വിഷാദത്തിൻ്റെ മൂന്നാമത്തെ ലക്ഷണമാണ് അകാരണമായ ക്ഷീണം. രാവിലെ ഉറക്കമുണർന്നു കഴിഞ്ഞാൽ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല. മുഴുവൻ സമയം കിടക്കണമെന്ന് തോന്നുകയാണ്. ശരീരം കൊണ്ട് അടുത്തൊന്നും യാതൊരു അധ്വാനവും ചെയ്തിട്ടില്ല, പക്ഷേ വല്ലാത്ത ക്ഷീണം, വല്ലാത്ത അവശത, അത് കുട്ടികളെ പിടികൂടിയെന്നിരിക്കും. നാലാമത്തെ ലക്ഷണം ഉറക്കക്കുറവാണ്. വിഷാദരോഗത്തിൻ്റെ ഉറക്കക്കുറവിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ഉണരുന്ന സമയത്തേക്കാൾ ചുരുങ്ങിയത് 2 മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു. അതായത് 6 മണിക്ക് സ്ഥിരമായി ഉണരുന്നൊരു കുട്ടി 4 മണിക്കും അതിന് മുൻപ് ഉണരുന്നു, പിന്നീട് ഉറക്കം കിട്ടുന്നുമില്ല. ഇത് വിഷാദത്തിൻ്റെ ആദ്യ സൂചനയാകാം. രോഗം തീവ്രമാകുന്ന മുറയ്ക്ക് ഉറക്കം പതിയെ പതിയെ പൂർണ്ണമായി നഷ്ടപ്പെട്ട് രാത്രിയിൽ ഒട്ടും ഉറക്കമില്ലാത്തൊരവസ്ഥ തന്നെ വന്നേക്കാം. വിഷാദത്തിൻ്റെ 5ാമത്തെ ലക്ഷണം വിശപ്പില്ലായ്മയാണ്. വളരെ താല്പര്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ കണ്ടാൽ പോലും കഴിക്കാൻ തോന്നുന്നില്ല. ഒട്ടും കഴിക്കാതെ
ഒട്ടും ഭക്ഷണം കഴിക്കാതെ, ഒട്ടും താല്പര്യമില്ലാതെ, ഭക്ഷണം കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു വെറുപ്പ് പ്രദർശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തിച്ചേർന്നിരിക്കും. ഏകാഗ്രതയിലെ കുറവാണ് വിഷാദരോഗത്തിൻ്റെ 6ാമത്തെ ലക്ഷണം. പഠിക്കുമ്പോഴോ മറ്റെന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ ചെയ്യുന്ന സംഗതികളിലേക്ക് എല്ലാ ഇന്ദ്രിയങ്ങളും കേന്ദ്രീകരിക്കാൻ ഇവർക്ക് കഴിയാറില്ല. കാരണം കടലിലെ തിരമാലകൾ പോലെ ഒരുപാട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ അലയടിച്ചു വരികയാണ്. ആ ചിന്തകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവരെ കൊണ്ട് കഴിയാറില്ല. വിഷാദരോഗത്തിൻ്റെ അടുത്ത ലക്ഷണം, 7ാമത്തെ ലക്ഷണം, ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിലുണ്ടാകുന്ന വ്യത്യാസമാണ്. മിക്കവാറും കുട്ടികളിൽ ചിന്തകളും പ്രവൃത്തികളും വേഗത കുറയുന്നു. അതായത് ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. ചിലപ്പോൾ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കും. വീണ്ടും 2 3 പ്രാവശ്യം ആ ചോദ്യം ആവർത്തിച്ചാലേ ഉത്തരം വരുന്നുള്ളൂ. കാരണം തലച്ചോറിൻ്റെ വിജ്ഞാന വിശകലനം അതിൻ്റെ വേഗത കുറയുകയാണ്. ഒരു ചോദ്യം കേട്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഓർമ്മയിൽ പരതി കണ്ടെത്തി ആ ഉത്തരത്തെ വാക്കുകളായി പരിവർത്തനപ്പെടുത്തി ആ വാക്കുകളെ ഘടിപ്പിച്ചൊരു വാചകമാക്കുന്നൊരു സങ്കീർണ പ്രക്രിയയാണ് വിജ്ഞാന വിശകലന ശേഷി. വിഷാദരോഗം ബാധിക്കുന്ന കുട്ടികളിൽ ഇതിൻ്റെ വേഗത കുറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. പ്രവൃത്തികളുടെ വേഗതയും ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും. ഒരു കാര്യം ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞാൽ ഒരുപാട് സമയമെടുത്ത് സാവധാനമേ അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപൂർവം ചില കൗമാരപ്രായക്കാരിൽ ഈ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത്തിലൊരു വല്ലാത്ത വർധനവും വരാം. അതായത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അലക്ഷ്യമായിട്ട് നടക്കുകയാണ്, സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നടക്കുന്നൊരു അവസ്ഥ ചിലപ്പോൾ ചില കൗമാരപ്രായക്കാരിൽ പ്രകടമാകാം. വിഷാദരോഗത്തിൻ്റെ 8ാമത്തെ ലക്ഷണം വിഷാദഭരിതമായ ചിന്തകളാണ്. 4 തരത്തിലുള്ള വിഷാദ ചിന്തകൾ കൗമാരപ്രായക്കാരിൽ വരാറുണ്ട്. ഒന്ന്, പ്രതീക്ഷയില്ലായ്മ. ഇങ്ങനെ പോയാൽ ഇതിൻ്റെ അവസാനം എങ്ങനെയാണ്? ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലേ? ഒരിക്കലും സ്കൂളിൽ പോകാൻ പറ്റില്ലേ? കളിക്കാൻ പോകാൻ പറ്റില്ലേ? കൂട്ടുകാരുമായി ഒരുമിച്ച് കൂട്ടായ്മയിലുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാകില്ലേ? എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ചില കുട്ടികളിലെങ്കിലും കാണാറുണ്ട്. 2ാമത്തെ വിഷാദ ചിന്തയാണ് ഒരു നിസ്സഹായ അവസ്ഥ. എന്നെ ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ ആരും അറിയുന്നില്ല, എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ്, ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇങ്ങനത്തെ ചിന്തകളും വന്നെന്നിരിക്കും. 3ാമതായിട്ട് അകാരണമായ കുറ്റബോധം ചിലപ്പോൾ പ്രകടമാകും. കൗമാര സഹജമായി സ്വാഭാവികമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ കൗമാരപ്രായക്കാർ അച്ഛനമ്മമാരോടൊപ്പം ദേഷ്യപ്പെട്ടെന്നിരിക്കും, ഒരുപക്ഷെ ആരോടെങ്കിലും പ്രണയം തോന്നിയെന്നിരിക്കാം. ഇതൊക്കെ കൗമാര സഹജമായ കാര്യങ്ങളാണ്. പക്ഷേ വിഷാദരോഗം ബാധിക്കുന്ന ഒരു കൗമാരപ്രായക്കാരൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വലിയ കുറ്റകൃത്യങ്ങളായിരുന്നു, അതിന് ദൈവം തന്ന ശിക്ഷയാണ് എൻ്റെ ഈ അവസ്ഥ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടിയെന്നിരിക്കും. വിഷാദത്തിൻ്റെ 4ാമത്തെ ചിന്ത എന്ന് പറയുന്നത് താനൊരു ഉപയോഗശൂന്യനാണ് എന്നൊരു തോന്നലാണ്. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എൻ്റെ ബന്ധുക്കൾക്കൊരു ബുദ്ധിമുട്ടാണ്, എൻ്റെ വീട്ടുകാർക്ക് ഞാനൊരു ബാധ്യതയാണ്, ഞാൻ ഈ ഭൂമിക്കൊരു ഭാരമാണ്, എന്നെക്കൊണ്ട് ആർക്കും ഒരു ഉപയോഗമില്ല. ഇത്തരം ചിന്തകൾ വരും. ഇനി വിഷാദരോഗത്തിൻ്റെ 9ാമത്തെ ലക്ഷണമാണ് മരണചിന്തകളും ആത്മഹത്യാ പ്രവണതയും. ഞാൻ തൊട്ടു മുൻപ് സൂചിപ്പിച്ചതുപോലെ താൻ ഉപയോഗശൂന്യനാണ് എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പിന്നത്തെ ഒരു ചിന്ത. അതിനുവേണ്ടി എങ്ങനെ മരിക്കാൻ പറ്റും, എങ്ങനെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും എന്ന ചിന്തകൾ അവൻ്റെ മനസ്സിൽ വന്നേക്കും. ഈ മേൽ സൂചിപ്പിച്ച 9 ലക്ഷണങ്ങളിൽ 5 ലക്ഷണങ്ങളെങ്കിലും തുടർച്ചയായി 2 ആഴ്ചക്കാലം നീണ്ടു നിന്നാൽ ആ കുട്ടിക്ക് വിഷാദരോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കണം. ക്വസ്റ്റ്യൻ ടൈം. ക്വസ്റ്റ്യൻ ടൈമിൽ ഇന്ന് ആദ്യം കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം. സ്തേഫാനോസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കിരീടം. എല്ലാ കൂട്ടുകാരുടെയും ഉത്തരം ശരിയാണല്ലോ അല്ലേ? എങ്കിൽ നമുക്ക് ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. അബ്രാമിൻ്റെ എത്രാമത്തെ വയസ്സിലാണ് കനാൻ ദേശത്തേക്ക് പോകാൻ ദൈവം കൽപ്പിക്കുന്നത്? എല്ലാ കൂട്ടുകാരും അവരവരുടെ ടീം ലീഡേഴ്സിനെ ഇന്ന് തന്നെ ഉത്തരം അയക്കാൻ മറക്കരുത്. ഒരു പ്രത്യേക കാര്യം എല്ലാ കൂട്ടുകാരെയും അറിയിക്കുകയാണ്. നമ്മുടെ 300ാം എപ്പിസോഡിൻ്റെ ആഘോഷവും മെഗാ ക്വിസിൻ്റെ ഫൈനലും ഫെബ്രുവരി 14 നിന്ന് ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരെയും വ്യക്തിപരമായി ആ കാര്യം അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സന്ദേശം ലഭിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകമായി അറിയിക്കുന്നു. ഫെബ്രുവരി 14 എന്നത് മാറ്റി നമ്മൾ ഏപ്രിൽ മാസത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഞായർപ്പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്.
നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 27131000 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.